കേരള വികസനത്തിന്റെ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുന്ന വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന ഖജനാവിന് എന്ത് സംഭാവന നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാവരും പറയും നമ്മൾ എങ്ങനെയാണ് വിഴിഞ്ഞത്തിന്റെ ഈ നമ്മുടെ വാണിജ്യ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് നമ്മുടെ വികസനത്തിനൊക്കെ എത്രമാത്രം സംഭാവന ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചു. 2034 ഇതിന്റെ വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭ്യമായി തുടങ്ങുമെന്നുള്ളത്. എന്നാലും എങ്ങനെയായിരിക്കും അക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് വഴിവെക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് എങ്ങനെ പണം ഇത് കൊണ്ടുവരും? ആദ്യം നമുക്ക് ഈ പദ്ധതിക്കായി കേരളം ചിലവഴിക്കുന്ന പണം എത്രയാണെന്ന് നോക്കാം. പൂർത്തിയാവുന്ന ആദ്യഘട്ട നിർമ്മാണ ചെലവ് 4089 കോടി രൂപയാണ്. ഇതിന്റെ 60% അദാനി കമ്പനി വഹിക്കുന്നു, അതായത് 2454 കോടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് മുടക്കുന്നത് ശേഷിക്കുന്ന 40% പണമാണ്, അതായത് 1635 കോടി. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ മുടക്കുന്ന ഈ തുകയിലെ കേന്ദ്രവിഹിതം സംസ്ഥാനം തിരികെ നൽകണം. പക്ഷേ ഈ തുകയിലെ കേന്ദ്രവിഹിതം ഇതുവരെ സംസ്ഥാനത്തിന് കൈമാറിയിട്ടില്ല. അതായത് കേന്ദ്ര സർക്കാർ ഇതുവരെ വിഴിഞ്ഞം പദ്ധതിക്കായി പണമൊന്നും മുടക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന കണക്കുകൾ പ്രകാരം 1892 കോടി രൂപയാണ് ഇതുവരെ പദ്ധതിക്കായി സംസ്ഥാനം ചിലവഴിച്ചു കഴിഞ്ഞത്. പ്രദേശവാസികളുടെ പുനരധിവാസം, റോഡ് കണക്ടിവിറ്റിക്കായി ഇതുവരെ ചിലവഴിച്ചതടക്കമുള്ള തുക ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് സൂചന. ഇനി സംസ്ഥാന സർക്കാരിന് പദ്ധതി നൽകുന്ന വരുമാന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അതുകൊണ്ട് തന്നെ നിശ്ചിത കാലാവധി വരെ കേരള സർക്കാരിന് ചരക്ക് നീക്കത്തിൽ നിന്ന് ഒരു വരുമാനവും ഈ പദ്ധതിയിൽ നിന്നും ലഭ്യമാവില്ല. പദ്ധതി പൂർത്തിയായി 15 വർഷത്തിന് ശേഷമാണ് കേരളവുമായി വരുമാനം അദാനി കമ്പനി പങ്കുവയ്ക്കുന്നത്. 2019 ഡിസംബറിൽ ആദ്യഘട്ടം പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 5 വർഷം വൈകി. പക്ഷേ ഇത് വരുമാനം പങ്കുവയ്ക്കലിനെ ബാധിക്കില്ല. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 2034 സംസ്ഥാനവുമായി അദാനി കമ്പനി വരുമാനം പങ്കുവയ്ക്കും. പക്ഷേ വരുമാനത്തിൻ്റെ 1% മാത്രമാണ് 2034 ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നത്. കരാർ പ്രകാരം വിവിധ വർഷങ്ങളിലെ വരുമാന പങ്കുവയ്ക്കൽ ഇങ്ങനെയാണ്. അതൊന്ന് നോക്കാം. 2034 12.33 കോടിയാണ് പങ്കുവയ്ക്കപ്പെടുക. 2035 ഇത് 25.98 കോടിയായി വർദ്ധിക്കും. 2036 40.97 കോടി രൂപയായി ഇത് വർദ്ധിക്കും. രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ, കൊളംബോ, സലാല, ദുബായ് തുറമുഖങ്ങൾക്ക് ലഭ്യമായിരുന്ന 2500 കോടിയോളം രൂപയുടെ ചരക്ക് നീക്കം ഇനി മുതൽ വിഴിഞ്ഞം വഴിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കരാർ പ്രകാരം 40 വർഷം അദാനി കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖം കൈവശം വയ്ക്കാം. ഇതിനുശേഷം പൂർണ്ണമായി കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് ഈ പദ്ധതി മാറിക്കഴിയും. സ്വാഭാവികമായും അന്നു മുതലുള്ള വരുമാനം പൂർണ്ണമായി സംസ്ഥാന ഖജനാവിലെത്തും. 10 വർഷത്തിന് ശേഷം 1% വരുമാനം മാത്രമേ സംസ്ഥാനത്തിന് ലഭ്യമാകൂ എങ്കിലും കേരളത്തിന് മറ്റ് നിരവധി സാധ്യതകൾ തുറന്നു കിട്ടപ്പെടുന്നുണ്ട്. 50,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്ത് ആകെ തന്നെ ഉണ്ടാകുന്ന അനുബന്ധ പ്രാദേശിക വികസനം, ചരക്ക് നീക്കത്തിന് ചിലവ് കുറയുമ്പോൾ വിലക്കുറവിനുണ്ടാവുന്ന സാധ്യത, തുറമുഖ അനുബന്ധ വ്യവസായ മേഖല ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പുതിയ തൊഴിൽ സാധ്യതകളും സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇങ്ങനെ നിരവധി സാധ്യതകളാണ് കേരളത്തിന് മുന്നിലുണ്ടാവുന്നത്. TG സജിത്താണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഞാൻ വീണ്ടും വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, രേണുക ആൻഡ് ഡാൻ, ഈ